ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ആം ഗെയിമിൻ്റെ കത്തിക്കൽ അങ്ങ് തുടങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ലോസർ സോങ് ഇറങ്ങുകയാണ്. ശനിയാഴ്ച ഓഡിയോ ലോഞ്ചാണ്. സൺഡേ വേൾഡ് വൈഡ് ബുക്കിംഗ് അങ്ങ് തുടങ്ങണു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് സിനിമ കുതിച്ചുയരുകയാണ്. അപ്പോൾ എങ്ങനെയാ ചടങ്ങൊക്കെ എന്നാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഒരു റെക്കോർഡാണ്, ഒരു മലയാളി നടൻ 5 ഭാഷകളിൽ പാടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മലയാളത്തിലെ പാൻ ഇന്ത്യൻ ആക്ടർ ആകെ ഒരേ ഒരെണ്ണം, എണ്ണം തികഞ്ഞ ഒരെണ്ണം. പലർക്കും ഫേക്ക് പേര് വെച്ചിട്ട് പാൻ ഇന്ത്യൻ സ്റ്റാർസ് എന്നൊക്കെ നമുക്കിടാം. ഫ്രം മമ്മൂട്ടി ടു നമുക്കിപ്പോൾ പുതിയ വന്ന നസ്ലിൻ വരെയുള്ള ആരെ വേണമെങ്കിലും അങ്ങനെയൊക്കെ വിളിക്കാമെങ്കിലും ഒരാളേ ഉള്ളൂ, അത് ദുൽഖർ മാത്രമാണ് ആക്ച്വലി ഒറിജിനൽ 916 പ്യൂരിറ്റിയുള്ള ആ ഒരു പാൻ ഇന്ത്യൻ താരം. കാരണം അദ്ദേഹത്തിന് അവിടെയൊക്കെ റേഞ്ച് അങ്ങനെ തന്നെയാണ്. ഇന്ന് ആ ഗംഭീര അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു സോങ് വരുമ്പോൾ ആളുകൾ കാത്തിരിക്കുകയാണ് ഏത് റേഞ്ചിലായിരിക്കാം വരാൻ പോകുന്നതെന്ന്. എന്തായാലും മലയാളത്തിന് പുറത്തും അമ്മാതിരി ഒരു റേഞ്ചുള്ള ഏക നടൻ എന്ന് തന്നെ പറയാം. അങ്ങനെ പല സ്ഥലങ്ങളിലും ഭീകരമായിട്ടുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. ഈ ഒരു 3-ാം തീയതി സെപ്റ്റംബർ 3-ന് തിയേറ്റർ കത്തിക്കാൻ ഒരുങ്ങി തന്നെയാണ് വരുന്നത്. കാര്യങ്ങളൊക്കെ ഉഷാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നല്ല സിനിമയാണെങ്കിൽ ഇത് തീ പടരുന്ന പോലെ കയറും. കാരണം സാധാരണ ഒരു മലയാള സിനിമയ്ക്കുള്ള ലിമിറ്റേഷൻസിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ കെൽപ്പുള്ള ഒരേ ഒരു നടനാണ് ദുൽഖർ. കാരണം തെലുങ്കിലും തമിഴിലും ഹിന്ദിയിൽ പോലും അത്രത്തോളം ആരാധകരുള്ള ഏക മലയാളി നടനാണ്. അതിൻ്റെ താഴെ ബാക്കി ഇൻക്ലൂഡിങ് മമ്മൂട്ടി, മോഹൻലാലൊക്കെ വരാറുള്ളൂ. ഇവരൊക്കെ സീനിയേഴ്സാണ്, 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 5 അല്ലെങ്കിൽ 6 നാഷണൽ അവാർഡ് മമ്മൂട്ടിക്കും മോഹൻലാലിനും കൂടെ ചേർന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഉറപ്പിക്കാം. പക്ഷേ ഫെയിമിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ വിജയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ താഴെയാണ് ഇവരൊക്കെ. പക്ഷേ അതേപോലെ മലയാളത്തിൽ ആ റേഞ്ചിലേക്ക് കയറുന്ന, കേരളത്തിന് പുറത്ത് അത്രത്തോളം ആരാധകരുള്ള ഒരേ ഒരു നടനാണ് ദുൽഖർ. അത് ഞാൻ പറയേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് 5 മണിക്ക് ആ ഒരു പാർട്ടി സോങ്ങുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനുള്ളത് ഒന്ന് കൈപൊക്കാം, കൂടെ വരാം. അപ്പോൾ നമുക്ക് കത്തിക്കല്ലേ. അപ്പോൾ കട്ട സപ്പോർട്ട് വേണം. ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം ഒരു 25 സബ്സ്ക്രിപ്ഷനെങ്കിലുമാണ്. ഈ ഐ ആം ഗെയിം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തണം.